അമ്മ എന്ന സംഘടന പിരിച്ചുവിടണം. അതുകൊണ്ട് പൊതുസമൂഹത്തിന് ഒരു പ്രയോജനവുമില്ല. ജി സുധാകരൻ. അമ്മ എന്ന സംഘടന മറ്റു സംഘടനകൾക്ക് അപമാനം. ജി സുധാകരൻ. അല്ല, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, ഇതൊക്കെ പറയാൻ താങ്കൾക്ക് എന്താണ് യോഗ്യത? അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനായി വളർത്തി വലുതാക്കിയ സ്വന്തം പാർട്ടിയെ ചതിച്ച് കൂറുമാറി കാലുമാറി നെറികെട്ട രാഷ്ട്രീയം കളിച്ച് MLA ആയിരിക്കുന്ന താങ്കൾക്കെന്ന് പറയാൻ എന്താണ് യോഗ്യത? താങ്കൾക്ക് യോഗ്യതയില്ല. പിന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിട്ടാൽ അതിലുള്ള പാവങ്ങളായ കലാകാരന്മാർക്ക് മരുന്ന് മാസം തോറും 5000 രൂപ താങ്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുവോ? അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ കലാകാരന്മാരും പൊതുസമൂഹത്തിൽ പെടുന്നവരാണ് സർ. പിന്നെ പുറത്തു നിന്നുള്ള പൊതുസമൂഹത്തിന് അമ്മ എന്ന് പറയുന്ന സംഘടന എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഓഫീസിൽ വന്നാൽ അറിയാം സർ. അമ്മയിലുള്ള അവസരമായ മെമ്പർമാർക്കും അവശത അനുഭവിക്കുന്ന പൊതുസമൂഹത്തിനും എന്നും ഉപകാരങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള സംഘടനയാണ് സർ അമ്മ എന്ന് പറയുന്ന സംഘടന. ഇതൊന്നും അറിയാതെ വെറുതെ പിച്ചുമ്പയും പറയുന്ന താങ്കളോടൊരു ചോദ്യം, താങ്കൾ പൊതുസമൂഹത്തിന് എന്താണ് കൊടുത്തിരിക്കുന്നത്? മന്ത്രിയായിരുന്നപ്പോൾ കുറച്ച് റോഡുകളൊക്കെ നന്നാക്കി. അത് താങ്കളുടെ സ്വന്തം കയ്യിൽ നിന്നെടുത്തല്ല, പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട്. അല്ലാതെ താങ്കൾ പേഴ്സണലായിട്ട് പൊതുസമൂഹത്തിന് എന്താണ് സാർ ചെയ്തത്? പിന്നെ താങ്കൾ പറഞ്ഞല്ലോ മറ്റു സംഘടനകൾക്ക് അമ്മ എന്ന് പറയുന്ന സംഘടന അപമാനമാണ് പോലും. സർ, അപമാനം എന്നല്ല സാർ ആ വാക്കിനർത്ഥം. കുശുമ്പ്, അസൂയ. സാർ, ആ സംഘടനയിലുള്ള 500 ചില്ലാനം മെമ്പർമാർക്ക് ആ സംഘടന അഭിമാനമാണ് സർ. താങ്കൾ ഒന്നും മനസ്സിലാക്കണം, പ്രശ്നങ്ങളില്ലാത്ത സംഘടന ഏതാ ഉള്ളത്? എല്ലാ സംഘടനകളിലും പ്രശ്നങ്ങളുണ്ട്. അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ആണുങ്ങൾക്കാണ് പ്രാധാന്യം, ആണുങ്ങളാണ് മുൻനിരയിൽ നിൽക്കുന്നത്, പെണ്ണുങ്ങൾക്ക് അവിടെ മുൻനിരയിൽ സ്ഥാനമില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് മുൻനിരയിൽ നിന്ന് നല്ല രീതിയിൽ അമ്മയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരം മാറി സ്ത്രീകളെ മുൻനിരയിൽ ഇരുത്തി അതിലൂടെ ഉണ്ടായ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഇപ്പോഴുള്ളത്. അതൊക്കെ സോൾവ് ചെയ്ത് ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പും പ്രാപ്തിയുള്ള ഒത്തിരി നടീനടന്മാർ വേറെയുണ്ട് സർ. പിന്നെ അമ്മ എന്ന് പറഞ്ഞ സംഘടന പിരിച്ചുവിടണമെങ്കിൽ താങ്കളുടെ ഉപദേശമൊന്നും വേണ്ട. അത് തീരുമാനമെടുക്കാൻ മധുസാർ മുതൽ മമ്മുക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപിച്ചേട്ടൻ തുടങ്ങി 500ഓളം നടീനടന്മാരുണ്ട് സാർ ഇവിടെ. അവർ തീരുമാനം എടുത്തോളൂ. പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ തൽക്കാലം നിങ്ങൾ എടുക്കുന്നില്ല. താങ്കളുടെ കുടുംബകാര്യവും താങ്കളെ വിജയിപ്പിച്ച അമ്പലപ്പുഴയിലെ ജനങ്ങളുടെ കാര്യവും നോക്കി സ്വസ്ഥമായി തിരുന്നാൽ മതി. അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് തലയിടാൻ വരണ്ട. ഒന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം?